അസ്സലാമലൈക്കും. ഇന്ന് അച്ചാറിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ വീട്ടിലുണ്ടായ റംബുട്ടാനാണ് കേട്ടോ. മഴ കാരണമൊക്കെ കൊഴിഞ്ഞു പോവാണ്, ശരിക്ക് പഴുക്കണതിന് മുമ്പ് തന്നെ ഒക്കെ കൊഴിഞ്ഞു പോവാണ്, വിള്ളലൊക്കെ വന്നുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം. റംബുട്ടാൻ തൊലി കളഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, കടുക്, ഉലുവ, പിന്നെ സുർക്ക, പിന്നെ കായപ്പൊടി കേട്ടോ. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടത്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഉലുവ, കടുക് ഇട്ട് നന്നായി പൊട്ടിയതിന് ശേഷം വേപ്പില ഇട്ട് കൊടുക്കട്ടെ, കറിവേപ്പില. അത് നന്നായി പൊട്ടി വരട്ടെ. എന്നിട്ട് വേണം അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാൻ കേട്ടോ. വേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി അത് കൊത്തി അരിഞ്ഞതാണ് കേട്ടോ. അതും കൂടി ഇതിലിട്ട് കൊടുത്തുകൊണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ വഴറ്റി കൊടുക്കുക. നന്നായി വഴറ്റിയതിന് ശേഷം വേണം അതിലേക്ക് മസാലപ്പൊടികൾ ഇടാൻ കേട്ടോ. ഇപ്പോൾ കുറേ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. തീ നന്നായി സിമ്മിലിടണം, അല്ലെങ്കിൽ ആ മസാലയൊക്കെ കരിഞ്ഞു പോവും. കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് റംബുട്ടാനിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി വഴന്ന് വരണം കേട്ടോ. അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് സുർക്കയും കുറച്ച് തിളച്ച വെള്ളം. കുറുകി വന്നിട്ടുണ്ട്. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണത് കേട്ടോ. ഇനി ഒന്ന് ടേസ്റ്റ് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു മധുരവും പുളി എല്ലാം പാട് കൂടിയിട്ട് ഉള്ളൊരു അച്ചാറാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചെറിയൊരു മധുരത്തോട് കൂടിയുള്ള അച്ചാറാണ്. മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസ്സലാമു അലൈക്കും.